ഹായ്, വെൽക്കം ടു ബ്ലാക്ക് കോഫി. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിച്ചാണ് വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. ഫോൺ ഉപയോഗിച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഒരു ഗിംബൽ, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗിംബലാണ്. അത് ഈസി ഗോ പ്രോ എക്സ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഈസിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല അതിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഹായ്, വെൽക്കം ടു ബ്ലാക്ക് കോഫി. നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശരിക്കും നമ്മളുടെ ക്രിയേറ്റേഴ്സിനും യൂട്യൂബേഴ്സിനും ഒക്കെ മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗിംബലാണ്. ഞാനിത് വാങ്ങിയിരിക്കുന്നത് ഈസിയുടെ ആണ്. ഈസി ഗോ എക്സ് പ്രോ ആണ്. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുക, സെൽഫി സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻറ്റി ഷേക്ക് അൽഗോരിതം, ഓക്കെ, ദാറ്റ്സ് വാട്ട് വി നീഡ്. ഇൻ്റഗ്രേറ്റഡ് എക്സ്റ്റൻഷൻ റോഡ് ഒരു നല്ല കാര്യമാണ്. പിന്നെ എന്നിട്ട് 60 minutes ചാർജ്, 6 hours ബാറ്ററി. ദിസ് ഈസ് വെരി ഗുഡ്. 6+ സിനിമാറ്റിക് ഷൂട്ടിംഗ് മോഡ്സ്, ഡൈനമിക് OLED ഡിസ്പ്ലേ, ഹൈപ്പർ ട്രാക്കിംഗ് ഇസ് ഗുഡ്. പിന്നെ പാക്കേജിങ്ങിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ള ഗിംബൽ, ട്രൈപോഡ്, ടൈപ്പ് സി കേബിൾ, യൂസർ മാനുവൽ, ക്യാരി പൗച്ച്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് ഒരു ഇറങ്ങിയ സമയത്തുള്ള പ്രൈസ് 17,000 ആയിരുന്നു. ഇപ്പോൾ അത് ആമസോണിൽ നമുക്ക് ഒരു 7,000 ചേഞ്ച് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ബാക്കി പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, കൂൾ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. അമ്പടങ്ങാണ് അതിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവം. കവർ ഇതാണ്. നമുക്ക് ക്യാരി പൗച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതിനെന്തോ യൂണിവേഴ്സിറ്റി സ്കാൻ, ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസർ ഗൈഡും എല്ലാം കിട്ടും. ഓക്കെ, now this is it, I think. Nothing much. ഇതാണ് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ്. We have this charging cable. നല്ല ക്വാളിറ്റിയുള്ള ചാർജിങ് കേബിൾ ആണെന്ന് തോന്നുന്നു. This is it. And then we'll pull out the gimbal and keep it aside. Let's see what is this. ഇതാണ് സാധാരണ ആരും നോക്കാത്ത യൂസർ മാനുവൽ. ഇതിലൊക്കെ ഇട്ട് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. I think nothing much is left. So let's close this and let's see the gimbal. So നമ്മളുടെ gimbal. This is the gimbal. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പവർ ഓൺ എവിടെയാണ് നോക്കട്ടെ. Let's see how it's working. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രീനും ഇതിൻ്റെ ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ തുടങ്ങാം. ഇത് ട്രിഗർ ബട്ടണാണ് ബാക്കിലുള്ളത്. അപ്പോൾ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പൊസിഷനിലായാലും ട്രിഗർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് പൊസിഷനിലേക്ക് മാറും. മാത്രമല്ല ട്രിഗർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതാണ് ട്രിഗർ ബട്ടൻ്റെ പ്രത്യേകത. എനിക്കിത് സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി. ഇത് നമ്മളുടെ പവർ ഓഫ് ഓൺ, പിന്നെ നമ്മളുടെ ചാർജിങ് പോർട്ട്, പിന്നെ നമ്മളുടെ സ്ക്രീൻ അത്യാവശ്യം നല്ല സ്ക്രീനാണ് കേട്ടോ. സ്ക്രീനിൽ മോഡ് ബട്ടൺ ഉണ്ട്, റെക്കോർഡ് ഓൺ ഓഫ്, പിന്നെ നമുക്ക് ജോയ്സ്റ്റിക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ സൈഡിൽ നമുക്ക് വരുന്നത് നമ്മളുടെ എന്താ പറയുക, സൂം
ഇൻ, സൂം ഔട്ട്. ഓക്കെ, അതാണ് നമ്മുടെ നോബ്. വളരെ സ്മൂത്ത് നോബാണ്. സൂം ഔട്ട് ഇതിൽ നടക്കും. പക്ഷെ അതിന് നല്ലൊരു ഫീച്ചർ, നമ്മൾ ഇതിലൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓബ്ജക്റ്റിന് നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും ഇത് ഉപയോഗിച്ച് തന്നെ. ഇത് വീണ്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഇൻ, സൂം ഔട്ട്, അതാണ് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ മോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് പാൻ ഫോളോയിങ് മോഡാണ്. പാൻ ഫോളോയിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ മാത്രമേ ഇതിൽ ഗിംബൽ നമ്മൾ അലോ ചെയ്യുള്ളൂ. മുകളിലേക്കും താഴത്തേക്ക് ആക്കുമ്പോഴും ക്യാമറ മൂവ് ആവില്ല. അതാണ് പാനോരമ മാത്രമേ അതിൽ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഈ ഫോളോ മോഡാണ്. ഫോളോ മോഡാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഗിംബൽ ചലിപ്പിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ഫോൺ ആ ഏരിയയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, വളരെ സ്മൂത്ത് മൂവ്മെൻ്റ് ആയിരിക്കും റൈറ്റിലേക്കായാലും ലെഫ്റ്റിലേക്കായാലും. അതാണ് നമ്മളുടെ ഫോളോ മോഡ്. പിന്നെയുള്ളത് നമുക്ക് ലോക്ക് മോഡാണ്. ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ആ ആപ്പിൽ നിന്ന് നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗിംബൽ എങ്ങോട്ട് മൂവ് ചെയ്താലും ഇതിൻ്റെ ഫോക്കസ് മുഴുവൻ ആ ലോക്ക് ചെയ്ത ഒബ്ജക്റ്റിലേക്കായിരിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെയുള്ളത് POV. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട പാൻ ഫോളോയിങ് മോഡിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ. POV ആകുമ്പോൾ നമുക്ക് പാനോരമ ഷൂട്ടിംഗ് നടക്കും. പിന്നെ അപ്പ്, ഡൗൺ, ടിൽറ്റ്, എവറിത്തിങ് ഈസ് പോസിബിൾ. അതാണ് ഇതിനുള്ളത്. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞ സ്പോർട്സ് മോഡാണ്. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ട്രിഗർ ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ മോട്ടറിന് നല്ല പവറും വളരെ ഫാസ്റ്റായിട്ട് ഈ ഗിംബലിൻ്റെ ആക്ഷൻസും ഒക്കെ ക്യാപ്ചർ ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഓപ്ഷൻസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഫേസ് ട്രാക്കിങ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. മാത്രമല്ല ജസ്റ്റർ കൺട്രോളാണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈപ്പത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് ഓണാവും. അതിനുശേഷം ഓഫ് ചെയ്യണമെങ്കിലും കൈപ്പത്തി നമ്മൾ ഉയർത്തി കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ ഓഫാവും. അപ്പോൾ ഞാൻ നടക്കുന്ന രീതിയിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ താഴെ ആയാലും തിരിയും. മൊത്തം നമുക്ക് അത്യാവശ്യം ഒരു 360 ആംഗിൾ വ്യൂ വരെ കിട്ടാവുന്ന രീതിയിലാണ് ഇതുള്ളത് കേട്ടോ. അതൊരു നല്ല ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ആരും കൂടെ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ നിന്നാലും നമ്മളുടെ ഫേസിനനുസരിച്ച് അത് മൂവ് ചെയ്ത്, മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട്സൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല അത്യാവശ്യം കുണ്ടും കുഴിയുള്ള വഴി കൂടിയാണ് പോകുന്നത്. നമുക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കണ്ടാൽ തന്നെ അറിയാം. മുൻപ് ഞാൻ ഇതേ വീഡിയോ ഫോൺ കയ്യിൽ പിടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ അതത്ര ക്ലിയർ അല്ല. അപ്പോൾ അതൊന്ന് കമ്പാരിറ്റീവ്ലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പം നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഗിംബൽ വെച്ചെടുത്തത് കയ്യിൽ വെച്ച്, ഇത് നിരപ്പായ സ്ഥലമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല കയ്യിൽ പിടിച്ച് നടന്നാലും. എന്നാലും ഗിംബലിൻ്റെ ഒരു സ്മൂത്ത്നെസ് വേറെ തന്നെയാണ്. അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഗിംബലിൽ വെച്ചിട്ടാണ്, ഫോൺ ഗിംബലിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒറ്റയടിക്ക് ചേഞ്ചായി. പെട്ടെന്നുള്ള ചാട്ടവും മൂവ്മെൻറ്റ്സും എല്ലാം നിന്നു. അപ്പോൾ അത് അത്രയും ക്ലീനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഗിംബൽ ഉണ്ടെങ്കിൽ. സാധാരണ നമ്മൾ മൊബൈൽ കയ്യിൽ പിടിച്ചെടുക്കുന്ന പോലെയല്ല. മാത്രമല്ല ഇതിപ്പോൾ ഫോളോ മോഡിലാണ്, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് വളരെ സ്മൂത്തായിട്ടാണ് തിരിയുക കേട്ടോ. പിന്നെ ലെഫ്റ്റിലേക്കാണെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ട രീതിയിലുള്ളൊരു സ്മൂത്ത്നെസ്സോട് കൂടിയിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ സൂം ഇൻ സൂം ഔട്ട് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സൂം ചെയ്യാം. ആദ്യം നോബിൽ നമുക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ഫോക്കസ് മോഡിലേക്ക് ആകാം. സെൻറ്റർ ബട്ടൺ അമർത്തിയിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. നമ്മൾ എവിടെയാണോ ഉണ്ടോ ഫോക്കസ് ചെയ്യാനും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഇതുകൊണ്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കത് വീണ്ടും പ്രസ് ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇതൊരു കുത്തനെയുള്ള പടികളാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഈ ഹാൻഡ് റെയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് ഫ്രെയിം മൂവ് ആവുന്ന പോലെ തോന്നാം. പക്ഷേ അത് അടുത്തുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് അകലെ ഇപ്പോൾ കുറച്ച്
ദൂരത്ത് ആ ഒരു ഗ്രീനറി ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അതിനൊന്നും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും. മാത്രമല്ല ഇപ്പം ഞാൻ ഇതിൻ്റെ ഷട്ടേഴ്സ് കാണിച്ചു തരാം. ഡാമിൻ്റെ കണ്ടോ, അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ആകുമ്പോൾ തീരെ ഒരു എന്താ പറയുക ഫ്രെയിം ജമ്പ് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സ്റ്റെബിലൈസേഷനിൽ വരുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഈ ബ്രിഡ്ജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് സൂം ഇൻ സൂം ഔട്ട് ആണ്. ആ നോബ് ഭയങ്കര സ്മൂത്ത് ആണ് ഇതിൻ്റെ ഗിംബലിൻ്റെ. അപ്പോൾ അത് നമ്മൾ നല്ല ഉപയോഗിക്കുന്ന ക്ലിയർ ഫോളോ ആയിട്ട് കിട്ടും. മോഡാണ്. അപ്പോൾ നമ്മൾ ഗിംബൽ അങ്ങോട്ട് തിരിച്ചാലും നമുക്കൊരു സ്മൂത്ത്നെസ്സോട് കൂടിയിട്ട് നമ്മളുടെ ക്യാമറ അങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് നമ്മൾ എങ്ങോട്ടാണോ തിരിക്കുന്നത് അതുപോലെ ഇത് ബിഹേവ് ചെയ്യും. അപ്പോൾ നമ്മൾ ലോക്ക് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടോ, അപ്പോൾ ആ ലോക്ക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം മാത്രം നമ്മൾ ഗിംബൽ എങ്ങോട്ട് തിരിച്ചാലും ഇത് നമുക്ക് ആ ഒരു പാലം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ പാലത്തിന് നമ്മൾ ഇതിൽ ലോക്ക് മോഡിലിട്ടു. ഇപ്പോൾ നമ്മൾ ഫേസ് ട്രാക്കിങ് ഇട്ടു. നമ്മൾ ഫേസ് ട്രാക്കിങ് ഇട്ടിട്ട് നമ്മളുടെ ഇപ്പോൾ ഗിംബലിലുള്ള ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ക്യാമറ എപ്പോഴും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ബോഡി ട്രാക്കിങ് ഓൺ ചെയ്തിട്ടേക്കാണ് കേട്ടോ. ബോഡി ട്രാക്കിങ് ഓൺ ചെയ്തിട്ട് കൊണ്ട് ഇപ്പോൾ നമ്മുടെ ബോഡി അങ്ങോട്ട് പോകണമെങ്കിലും അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യം ഡിസ്റ്റൻസ് കിട്ടുമെന്ന് തോന്നുന്നു. ഉണ്ടോ, എത്ര ഡിസ്റ്റൻസിൽ നിന്നായാലും നമ്മൾ അതെപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലോങ് ഡീറ്റെയിലിൽ സംസാരിക്കാൻ പറ്റും. ഓക്കെ, കുറച്ചും കൂടി ദൂരേക്ക് പോയി നോക്കാം. എത്രത്തോളം കിട്ടുന്നുള്ളത് നമുക്ക് അറിയില്ല ഡിസ്റ്റൻസ്. ഓ, ഇറ്റ്സ് ഗുഡ് ഇനഫ് ആക്ച്വലി. ഉണ്ടോ, ബോഡി ട്രാക്കിംഗ് അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഫേസ് ട്രാക്കിംഗ് പക്ഷേ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് വെച്ചിട്ട് ഫേസ് ട്രാക്കിംഗ് വർക്ക് ചെയ്യുള്ളൂ. ബോഡി ട്രാക്കിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ എടുക്കാനും പറ്റും. Thank you for watching. Please subscribe and support and share it with your friends. Thank you.